ആ, ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു ഹിറ്റ് ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് തങ്ങളുടെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തിയ ആ ഒരു രക്തത്തിന് ഞങ്ങൾ പകരം ചോദിക്കും എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. മാധ്യമങ്ങളിലെല്ലാം വന്ന ഒരു വാർത്തയാണ്. 13 പേരുടെ പേരാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ആദ്യം ഡൊണാൾഡ് ട്രംപ് ഇല്ല എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപാണ് ഇവർക്ക് നേരെ ആക്രമണം നടത്തുന്നതെങ്കിലും ഇറാൻ എപ്പോഴും പ്രതികാര വാഞ്ചയുള്ളത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനോടാണ്. നെതന്യാഹുവിനെ ആദ്യം തീർക്കുമെന്ന് പറയുന്നു. പക്ഷേ അതായത് മാർക്കോ റുബിയോ ഉണ്ട്, രണ്ടാമത് ഡൊണാൾഡ് ട്രംപ് ഉണ്ട്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെലോണി ഉണ്ട് എന്നുള്ള വാർത്തയാണ്. അതിനുശേഷം യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഖത്തറിലടക്കമുള്ള എംബസികൾ അവിടെയുള്ള ആൾക്കാർക്ക് ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അനാവശ്യമായിട്ട് പുറത്തിറങ്ങരുത്, കാരണം വലിയ ജാഗ്രതയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വാർത്ത പറയുമ്പോഴും നമ്മുടെ പ്രേക്ഷകരിൽ പല ആൾക്കാരും പറയുന്നത് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ എക്സ് ഹാൻഡിലും അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഹാൻഡിലുകളിലും വന്ന അവരുടെ അറിയിപ്പുകളാണ് ഞങ്ങൾ പറയുന്നത്. അത് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ വ്യാജം പറയുകയാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ എന്നാണ് നമുക്കത് പറയാനുള്ളത്. എല്ലാവർക്കും നിങ്ങൾ ചിലപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്നും സംഭവിക്കുന്നില്ലായിരിക്കും, പക്ഷെ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു കമന്റ് ഒക്കെ കണ്ട ആരെങ്കിലും ഇവിടെ ഒരു പ്രശ്നമില്ലാന്ന് ധരിപ്പിച്ച് 10 ആളോട് അവർ പറഞ്ഞ് അവര് ആ ഒരു ചട്ടം ലംഘിക്കേണ്ട എന്നുള്ളത് കൂടെ ഒന്ന് ഓർക്കുക. എന്തായാലും ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് ഫാക്ട് ചെക്ക് ആയിട്ട് പറയുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയാണ് വാർത്ത എടുക്കുന്നത്. അപ്പോൾ ഇപ്പൊ പശ്ചിമേഷ്യയിൽ വീണ്ടും കൊടികെട്ടിയ യുദ്ധമാണ് ഉണ്ടാകുന്നത്. ഇറാനിലെ 140 സ്ഥലങ്ങൾ ഇപ്പൊ തന്നെ US ആക്രമിച്ചു കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളും ക്രൂയിസ് മിസൈലുകളും IRGC തകർത്തു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. സൈപ്രസ് പതാകയുള്ള GFS ഗാലക്സി കപ്പലിൽ 11 ഇന്ത്യൻ നാവികരുണ്ടായിരുന്നു, അതിനെ ആക്രമിച്ചിട്ടുണ്ട്. ഒരാളെ കാണാതായി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അമേരിക്കയും ഒട്ടും മോശമല്ല. ട്രംപ് പറയുന്നത് ആണവായുധം പ്രയോഗിക്കാൻ സമയമായി എന്നാണ് ട്രംപ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രംപ് രോഷാകുലനായിരിക്കുന്നു. ഇറാനിയൻ വാട്ടർ പമ്പുകളെയാണ് ട്രംപ് നിലവിൽ ലക്ഷ്യം വെക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ യുദ്ധം അമേരിക്ക ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ്. അമേരിക്കയ്ക്കും സൈനിക ഒരു സമാധാന കരാർ ആവശ്യമില്ല എന്ന രീതിയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ട്രംപ് പറയുന്നത് ഹോർമൂസ് തുറന്നു തന്നെ കിടക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും അതിനകത്ത് പോകാം, വേറെ ഒരു പ്രശ്നവുമില്ല എന്ന് ട്രംപ് പറയുമ്പോഴും ഹോർമൂസിലേക്ക് വരുന്ന ഓരോ കപ്പലുകളെയും ഇറാൻ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് നമ്മൾ ആദ്യം ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാർത്ത എടുത്തപ്പോൾ ബിജുചേട്ടനോട് ഞാൻ ചോദിച്ചു, ഇറാനെയൊക്കെ അമേരിക്കയ്ക്ക് ഈസി ആയിട്ട് നിഷ്പ്രഭമാക്കാൻ സാധിക്കുമല്ലോ എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞു അങ്ങനെയല്ല. ഇറാന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ജിയോഗ്രഫിയും പൊളിറ്റിക്സും ഇറാന്റെ മിസൈൽ ശേഷിയും എല്ലാം പറഞ്ഞു തന്നു. ഇറാന് ജനങ്ങളുടെ ഒരു സപ്പോർട്ടുണ്ട്, പോരാത്തതിന് ലോകരാജ്യങ്ങളുടെ ഒരു സിമ്പതി ഇറാൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ സമാധാന കരാറിന് മുമ്പുള്ള ഇറാൻ. പക്ഷെ ഇപ്പോ രണ്ടാമത് ഇത് 2.0 ഫേസ് തുടങ്ങുമ്പോൾ ഈ ഇറാന് ആ ഒരു ലോകരാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നുണ്ടോ? ഇറാൻ ഇപ്പോൾ ഒരു യഥാർത്ഥത്തിൽ ഒരു വില്ലന്റെ പരിവേഷത്തിലല്ലേ നിൽക്കുന്നത്. കാരണം ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന പല കാര്യങ്ങളെയും പല കപ്പലുകളെയും ഇറാനാണ് ആക്രമിക്കുന്നത്, ഏകപക്ഷീയമായിട്ട് ആക്രമിക്കുകയാണ്. ഒരു രാജ്യങ്ങളുടെയും വാക്ക് ഇറാൻ കേൾക്കുന്നില്ല. എന്തിനു പറയുന്നു, ഇന്ത്യയുടെ വാക്ക് പോലും ഇറാൻ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഇറാൻ അത് കേട്ടിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉരുത്തിരുന്നത്? ഡൊണാൾഡ് ട്രംപ് ഇനി ഇതിനെ ഏത് രീതിയിലാണ് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ഇറാൻ ആണെങ്കിൽ അവരുടെ അമേരിക്ക ആക്രമിക്കാനായിട്ട് അവരുടെ ഭീമാകാരമായിട്ടുള്ള ഗൈഡഡ് മിസൈൽ ഘടിപ്പിച്ച ഒരു വിമാനം 6 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറുകളോളം പറക്കാൻ ശേഷിയുള്ള വിമാനം തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. അമേരിക്കൻ ഉപഗ്രഹ ചിത്രങ്ങൾ അവർ എടുത്തു നോക്കിയപ്പോൾ ഇറാൻ സൈന്യത്തെ സജ്ജമാക്കുന്നത് വളരെ ഫെറോഷ്യസ് ആയിട്ടാണെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായിരിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിനിടയിൽ UAE-യിലേക്കുള്ള ആക്രമണം ഇറാൻ കടുപ്പിച്ചിട്ടുണ്ട്. UAE ഇന്ത്യയുടെ വാതിൽക്കൽ വന്ന് മുട്ടിയിട്ടുണ്ട്. കാരണം UAE-ക്ക് എല്ലാം ഉണ്ട്, താടുണ്ട്, പാട്രിയോട്ട് ഉണ്ട്, എല്ലാം UAE-ക്ക് പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. പക്ഷേ UAE-യിലെ പ്രതിരോധ വിദഗ്ധർ നിലവിൽ പറയുന്നത് നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല, ഇന്ത്യയിൽ ഒരു പ്രതിരോധ സംവിധാനം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈ സംവിധാനങ്ങൾക്ക് ഏകോപനം കുറവാണ്. പക്ഷെ ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനം അങ്ങനെയല്ല, ഓൾ ഇൻ വൺ ആണ്. അതുകൊണ്ട് എത്രയും വേഗം അത് കരാറിട്ട് മേടിച്ചു എന്നാണ് UAE-യോട് അവർ പറയുന്നത്. അതുകൊണ്ട് അവർ അത് മേടിക്കാനായിട്ട് നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അപ്പൊ ഇപ്പോഴൊന്നും ഇത് തീരില്ല എന്നാണ് മനസ്സിലാകുന്നത്. നമ്മുടെ പ്രവാസികളുടെ കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇത് എങ്ങോട്ടാണ് ഇത് ചലിക്കുന്നത്? ഇറാൻ കഴിഞ്ഞ ദിവസം, അത് ഇന്നലെ വലിയൊരു ആക്രമണമാണ്. അത് ഇന്ന് പുലർച്ചെയും ഒരു വലിയ ആക്രമണമാണ് നടത്തിയത്. ഏതായാലും ധനുഷ് ഇന്ത്യയുടെ പേര് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാതെ പോകാൻ 2 ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നത് പറയണമെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ്സുകാരും സുഡാപ്പികളും CPM-മാരും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യക്ക് മധ്യസ്ഥത വഹിച്ചുകൂടായിരുന്നോ? പാകിസ്ഥാന്റെ സ്പേസിലേക്ക് ഇന്ത്യ വരേണ്ടതല്ലേ, ഇന്ത്യക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന്. ലോകത്ത് ആരെങ്കിലും ഈ പ്രാന്തന്മാർക്ക് മധ്യസ്ഥത വഹിക്കാൻ പോവോ? അന്നും നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു. ലോകത്ത് ഒന്നെങ്കിൽ ആർക്കെങ്കിലും ഒരുത്തിന് ബോധം വേണം, അടി കൂടുന്ന ഒരാൾക്ക്. 2 പേർക്കും അതില്ല. ഒന്നെങ്കിൽ വെളിവുമില്ല, വെള്ളിയാഴ്ചയില്ലാതെ 2 കൂട്ടരാണ് കിടന്ന് അടിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇപ്പൊ മധ്യസ്ഥത പോയവരാരായിരുന്നു? ആരായി? നരേന്ദ്രമോദിയാണ് ഇതിന്റെ മധ്യസ്ഥത പോയിരുന്നെങ്കിൽ
കുറച്ച് ദിവസത്തെ കഴിയുമ്പോൾ വലിയ വെടിവെപ്പും ബഹളം ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെയുള്ള സുഡാപ്പികളും കോൺഗ്രസ്സുകാരും പറയും മോദിയുടെ എവിടെ പോയി നെഞ്ചിളവെന്ന് ചോദിക്കും. മോദിക്ക് തലയ്ക്ക് വെളിവുള്ളത് കൊണ്ട് ഈ പ്രാന്തന്മാർ ഇടയ്ക്ക് പോയിട്ട് മധ്യസ്ഥയ്ക്ക് പോയില്ല. പാകിസ്ഥാന് നക്കാപ്പിച്ച കിട്ടുന്നതുകൊണ്ടാണ് അവർ ആ പണിക്ക് പോയത്. ഇപ്പൊ വ്യക്തമായില്ലേ, വീണ്ടും അടി തുടങ്ങി. ഇനി അവരടിച്ചത് വലിയ അടിയായിരുന്നു അവർ നടത്തിയിരിക്കുന്നത്, ഈ ഇറാൻ നടത്തിയിരിക്കുന്നത്. കുവൈറ്റിലെ 2 വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തി ഇന്ധന ടാങ്കറുകളും പാട്രിയോട്ടിക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അവർ തകർത്തിട്ടുണ്ട്. FPS റഡാർ സംവിധാനം അവർ തകർത്തിരുന്നു. ബഹറിൽ വരുമ്പോഴേക്കും ബഹറിൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഇസ വ്യോമത്താവളത്തിൽ ആക്രമണം നടന്നതായിട്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഈ ഹെലികോപ്റ്ററുകൾ മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ഉപകരണങ്ങളെല്ലാം തകർത്തു. ഒപ്പം തന്നെ ഒരു P-80 എയർക്രാഫ്റ്റ് തകർത്തു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഒരു US മിലിറ്ററി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും തകർത്തിട്ടുണ്ട്. എന്നിട്ട് IRGC ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ പറയുന്നത് പ്രതികാര നടപടികൾ ഞങ്ങൾ തുടരും. അതായത് ഞങ്ങൾ ഈ യുദ്ധം നിർത്താൻ ഞങ്ങൾ ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഈ ആക്രമണം തുടരുമെന്നാണ് പറയുന്നത്. വലിയൊരു അടിയായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം ഈ ഇപ്പൊ ധനുഷ് നേരത്തെ പറഞ്ഞ കണക്കിന് UAE എന്തുകൊണ്ട് ഇന്ത്യ അടുത്ത് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ താടക്കമുള്ള അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ പാളുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കുവൈറ്റിൽ കാണാൻ കഴിയുന്നത്, ബഹ്റിനിൽ കാണാൻ കഴിയുന്നത്, UAE കാണാൻ കഴിയുന്നത്. ഇങ്ങനെ എല്ലായിടത്തും നമ്മളിത് കാണുന്ന കാഴ്ചയാണ്. കാരണം അവിടെ എല്ലാം ഉള്ളത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ താടക്കമുള്ളത്. അത് കാലഹരണപ്പെട്ടുപോയി എന്ന് ഫസ്റ്റ് അടിക്ക് തന്നെ, അതായത് 1ാം റൗണ്ട് അടിക്ക് തന്നെ ഈ വെടിനിർത്തലിന് മുമ്പ്, അതായത് ഫെബ്രുവരി 28-നാണല്ലോ തുടങ്ങുന്നത്. ആ തുടങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും പറയുന്നുണ്ട് അത് പരാജയമാണ്. കാരണം അത് ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, പഴയ ആ കൊണ്ടുവച്ച സിസ്റ്റത്തിൽ തന്നെ ഇരിക്കുകയാണ്, അതിന്റെ കാലഹരണപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കാരണം ഇറാൻ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ബഹുദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അമേരിക്കയാകട്ടെ കഴിഞ്ഞ 3 ദിവസമായിട്ട് 140-ൽ പരം ഇടങ്ങളിലാണ് ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കയും വലിയ രീതിയിൽ തന്നെ ആക്രമണം നടത്തുന്നുണ്ട്. 2 കൂട്ടരും ശക്തമായി തന്നെ ഒരു ആക്രമണമാണ് നടത്തുന്നത്. ഇനി ഏതാണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഹോർമുസിനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 138 ഷിപ്പുകൾ പ്രതിദിനം കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കടലെടുക്കില് ഈ ഫസ്റ്റ് യുദ്ധം ഉണ്ടായിരുന്നല്ലോ, ഏതാ ഈ ഫെബ്രുവരി ഇപ്പൊ വെടിനിർത്തൽ ഈ കബീനയുടെ ഫസ്റ്റ് ഫേസ് നമ്മുടെ ശവസംസ്കാരത്തിന് തൊട്ട് മുമ്പ്, അന്ന് ആ സമയങ്ങളിൽ പോലും 23 ഷിപ്പുകൾ കടന്നുപോയിരുന്നു, എണ്ണ ടാങ്കറുകൾ. ഇപ്പൊ കേവലം 5 ആയിരുന്നു. ഈ യുദ്ധം തുടങ്ങുമ്പോ 2ാം ഘട്ടം തുടങ്ങുമ്പോൾ 5 ആയിരുന്നു. ഇപ്പൊ ഒന്നും കടന്നു പോകുന്നില്ല, അവിടെ ഫുള്ള് നിന്നിരിക്കുക, പൂജ്യമായിരിക്കുന്നു. ഇവിടെ വലിയൊരു പ്രതിസന്ധി ലോകത്തിന് വരുന്നു. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു വിചിത്രമായ ഒരു വാർത്തയാണ് വരുന്നത്. അതും കൂടി ഇക്കൂട്ടത്തിൽ എന്തായാലും പറഞ്ഞു പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇന്ത്യ ഈ യുദ്ധം പ്രമാണിച്ച് സംഘർഷം കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ LPG ഗ്യാസിന്റെ ഇറക്കുമതി വളരെ കൂട്ടി. പ്രതിദിനം 40,000 ടൺ ഇറക്കുമതി ആക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് പ്രതിദിനം വേണ്ടത് 30,000 ടണ്ണ് തൊട്ട് 32,000 ടണ്ണ് വരെയാണ്. പക്ഷെ നമ്മൾ തിരക്ക് പിടിച്ച് 40,000 ടണ്ണ് നമ്മുടെ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇറക്കുമതി ചെയ്തു. അതുകൂടാതെ നമ്മുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിച്ച് 54,000 ടണ്ണ് പ്രതിദിനമാക്കി. ഇതോടുകൂടി നമുക്കൊരു വലിയ ഒരു ഗ്യാസ് ശേഖരം നമ്മുടെ കയ്യിൽ വന്നു. അതിനിടയിലാണ് ഇപ്പൊ ഒരു വെടിനിർത്തൽ വന്നല്ലോ, സമാധാന കരാറിന്റെ. ഇപ്പൊ ട്രംപ് ഒരു വെടിനിർത്തൽ വെച്ചായിരുന്നല്ലോ ഇപ്പൊ ഇടയ്ക്ക്. ആ സമയത്ത് നമ്മുടെ അവിടെ കുടുങ്ങിക്കിടന്ന LPG ടാങ്കറുകളോട് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോഴേക്കും ഗ്യാസ് വലിയ രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടിക്കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അത് എങ്ങനെ വിറ്റഴിക്കുമെന്നാണ് ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും പൈസ കുറച്ച് തരുമായിരിക്കും. പൈസ കുറച്ച് അവർ തരില്ല, കാരണം അവർ നല്ല പൈസയ്ക്ക് എടുത്തുകൊണ്ട് വന്ന സാധനമാണ്, അത് ചീഞ്ഞൊന്നും പോയില്ല, അവിടെ തന്നെ ഇരിക്കും. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു. പ്രമുഖ ഹോട്ടൽ ശൃംഖലകളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും എല്ലാം ഈ LPG നിന്ന് മാറി PNG-യിലേക്ക് മാറുകയുണ്ടായി. അതായത് ഈ പൈപ്പ് നാച്ചുറൽ ഗ്യാസിലേക്ക് അവർ മാറുന്നു. സാധാരണപ്പെട്ട ജനങ്ങൾ ഈ ഇൻഡക്ഷൻ കുക്കർ പോലെയുള്ള മറ്റ് ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് അവർ മാറുന്ന ഒരു സാഹചര്യം കൂടെ വന്നു. ഈ സാഹചര്യം കൂടെ വന്നപ്പോൾ തന്നെ ഗ്യാസിന് ഡിമാൻഡ് വന്നു. അതുകൊണ്ടാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഈ യുദ്ധം ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് വലിയ ടെൻഷൻ അത് അനുഭവിക്കുന്നില്ല. ഇടയ്ക്ക് 3-4 ദിവസം മുമ്പ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു ഈ പെട്രോളിന്റെ മാതൃകയിൽ, ക്രൂഡ് ഓയിലിന്റെ മാതൃകയിൽ ഈ ഗ്യാസ് സംഭരിക്കാനുള്ളൊരു പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അതെല്ലാം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് നിലവിൽ നമുക്ക് ഗ്യാസ് ഷോർട്ടേജ് വരാനുള്ള യാതൊരു സാധ്യതകളും നിലവിലില്ല. കാരണം ഇത്രത്തോളം കൂടുതൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇനി പക്ഷെ യുദ്ധം നീണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നീണ്ടുപോകും. ഇത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു. ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ പതുക്കെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജ്ജ സ്രോതസ്സിലേക്ക് മാറും യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ. കാരണം ജനമല്ലേ, ജീവിച്ചല്ലേ പറ്റത്തില്ല. അല്ലെ ഗൾഫിൽ യുദ്ധം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പട്ടിണി കിടക്കുമോ ലോകത്തെ ജനം മുഴുവൻ? ഇല്ല. അവരിപ്പോ വേറൊരു മാർഗം എന്താണെന്നുള്ള പുതിയൊരു സംവിധാനത്തിലേക്ക് പോകും. കാരണം ഇപ്പൊ സോളാർ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് വളരെ അതിവേഗം പലയിടത്തും എത്തിത്തുടങ്ങിയത് കൊണ്ടാണ് ഇൻഡക്ഷൻ കുക്കറിലേക്ക് വളരെ വേഗം ജനത്തിന് മാറാൻ കഴിഞ്ഞത്. നമുക്കിപ്പോൾ അറിയാം, വാഹനങ്ങൾ തന്നെ ഇലക്ട്രിക്കൽ വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയത്. അതിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മാരുതിയെ പിന്തള്ളിക്കൊണ്ട് ടാറ്റ കയറി വന്നു. മാരുതിയുടെ വണ്ടികളാണ് നമ്മുടെ രാജ്യത്ത് എപ്പോഴും 1ാം സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പനയിൽ. അത് 21,000 വണ്ടി വിറ്റുകൊണ്ട് ടാറ്റ 5 സ്ഥാനത്തേക്ക് കയറി വന്നു. 3ാം സ്ഥാനത്തേക്ക് പോയി മാരുതി എന്നുള്ളതാണ്. മാരുതിയുടെ ഡിസയർ വണ്ടിയാണ്
മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ ആ നിലയിൽ ഇതൊക്കെ ചരിത്ര സംഭവമാണ്. ഇന്നേ വരെ മാരുതി 1 എന്നുള്ള സ്ഥാനത്തിന് താഴോട്ട് പോയ ചരിത്രമില്ല. അവിടത്തേക്ക് ഇലക്ട്രിക്കൽ വാഹനം ഇടിച്ച് കയറി വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ജനം അങ്ങനെ മാറും. അപ്പൊ ഇത് എല്ലായിടത്തും ഇപ്പം ചൈനയിൽ എന്താണ്, അവിടുത്തെ ഒരു 55% വാഹനങ്ങളും ഇലക്ട്രിക്കലാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റും, ഈ എണ്ണയുടെ ഒരു വലിയ പ്രശ്നങ്ങളില്ല അമേരിക്കയിലായാലും മറ്റുള്ള. പക്ഷെ നമ്മുടെ രാജ്യത്ത് എന്ത് പറ്റും, അങ്ങനെ ഒരു 50-ലേക്കൊക്കെ പോയി ഉടനെ ഒന്നും പോയില്ലായിരിക്കാം, ഒരു 55-ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയും ഈ ഒരു ഉപയോഗത്തിന്റെ ഒരു സ്വാധീനം വളരെ കുറഞ്ഞു കിട്ടും. അപ്പൊ ഈ രീതിയിൽ കൂടെ ലോകത്തെ, ഞാൻ പറഞ്ഞത് യുദ്ധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ചില മാറ്റങ്ങൾ കൂടി നടക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണേണ്ട കാര്യം. മറ്റൊന്ന്, ഇന്ത്യ ഈ കാലയളവിൽ വലിയ രീതിയിൽ തന്നെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് വിറ്റഴിക്കുകയും ചെയ്ത് കോടികൾ സമ്പാദിച്ചിരുന്ന ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും എണ്ണ കമ്പനികളും എല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് ചരിത്രത്തിലില്ലാത്ത വിധം ലോക റെക്കോർഡാണ് സ്ഥാപിച്ചത് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. അതായത് ഈ ചൈനയുടെ ഈക്വലായിട്ട് തന്നെ നമ്മൾ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു, നമ്മൾ അത് പ്യൂരിഫൈ ചെയ്ത് പെട്രോളായി കൊടുക്കുന്നു. അതിന് ഈ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ തന്നെ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞങ്ങൾ ഇന്ത്യയുടെ നിന്ന് വാങ്ങും, ഞങ്ങൾക്ക് ഇനി വേറെ വഴിയില്ല, ഇത് ഈ അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെ നിന്നിട്ട് ഇത് മുമ്പോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് വാങ്ങുന്നു. ട്രംപിനൊന്നും മിണ്ടാൻ കഴിയില്ല. ട്രംപ് എന്നിട്ടും പറയുന്നു, ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആ ട്രംപിന്റെ സെനറ്റർ പറയുന്നു, ഞങ്ങളുടൻ തന്നെ ഇന്ത്യക്കെതിരെ 500% താരിഫ് പ്രഖ്യാപിക്കുകയാണ് ഇന്ധനം റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്ന്. ഇന്ത്യ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു അയാൾ മരിച്ചുപോയി. അയാളുടെ അല്ല, ആ പറഞ്ഞ സെനറ്ററാണോ മരിച്ചത്? അപ്പൊ അയാൾ പറഞ്ഞു മരിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് പറയുന്നു, പിന്നെ ഇത് നമ്മൾ അങ്ങനെ വാങ്ങാതിരുന്നാൽ അതിന്റെ ഒരു പ്രത്യാഘാതം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ഉണ്ടാകും. കാരണം ഇതിവിടെ വന്ന് പ്യൂരിഫൈ ചെയ്തിട്ട് വേണം അങ്ങോട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നു അതിന്റെ ഒരു കാര്യം. അതായത് ലോകത്തിന്റെ തന്നെ ഒരു ജിയോ പൊളിറ്റിക്സ് മാത്രമല്ല, എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം കൂടി ഇതിൽ കടന്നു വരുന്നുണ്ട്. അതിനും വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാ കാലത്തും. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടും ബന്ധപ്പെടാതെയും അനുബന്ധമായി നിൽക്കുന്ന രാജ്യങ്ങളിലുമെല്ലാം ഈ അവരുടെ ഈ സാമ്പത്തിക ആ ഒരു ചിത്രം മാറി വെറൈറ്റി വരും. ഇപ്പൊ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ നാട്ടിൽ പോലും ഒരുപാട് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ ഉയർന്നു വന്നു. ജനം പുതിയ വഴികൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് വന്നതിന് ശേഷമാണ് ഈ ഹോം ഡെലിവറി വളരെ വ്യാപകമാകാൻ തുടങ്ങിയത്. വീട്ടിലെ ചോറ് ഒക്കെ ഇപ്പൊ വീട്ടിൽ തന്നെ കിട്ടും. നമ്മുടെ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ വീട്ടിലെ ചോറ് ഇലയ്ക്ക് അതൊക്കെ പൊതിഞ്ഞുകൊണ്ടിരുന്നൊരു മെത്തേഡിലേക്ക് വന്നു. അത് ഞാൻ പറഞ്ഞത് ചെറിയൊരു ഉദാഹരണമാണ്. ഇങ്ങനെ വലിയ കാര്യങ്ങളിലേക്ക് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങി. അപ്പം എന്ത് വരുമ്പോഴും അതൊരു ചേഞ്ച് ഉണ്ടാകും. ആ ചേഞ്ചിന്റെ ഒരു കാര്യം കൂടെ നമ്മളിത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഏതായാലും യുദ്ധം വളരെ ശക്തമായ രീതിയിൽ പോവുകയാണ്. കാരണം ഇതിന്റെ ഇടയ്ക്കൊരു സമാധാന ശ്രമം നടക്കുന്ന വാർത്തകളൊന്നും വരുന്നില്ല. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ സമാധാന ശ്രമം നടക്കുന്ന ഒരു വാർത്ത വന്നിരുന്നു. ഖത്തറും ഒമാനും പാകിസ്ഥാനും ഒക്കെ ഇടപെടുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ഇടപെടുന്നില്ല. പക്ഷെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഇറാൻ ഭരണകൂടത്തിന് ഇടയിൽ ഒരു വലിയ പിളർപ്പ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് സൈന്യം ഒരു വഴിക്കും ഭരണകൂടം, നമ്മളിത് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കാരണം പെഷസ്കിയാനെ കണക്കുള്ളവർക്കൊന്നും റോളില്ല. അത് ഖമേനി പോയതോടുകൂടി ഇവർക്ക് ഈ നയതന്ത്ര തലത്തിൽ ഇവരുടെ ബന്ധപ്പെടേണ്ട പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും പിന്നെ മറ്റുള്ള സ്പീക്കർ ആയാലും ഒക്കെ ഉള്ള പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. കാരണം അവർക്കൊന്നും വലിയ വോയിസ് ഇല്ല. പിന്നെ ഒരു പാവ കണക്ക് പോയി നിൽക്കുന്നു, സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഖമേനി ഇരിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ഖമേനിയുടെ കറക്റ്റ് ദൂതന്മാരായിരുന്നു ഇവരെല്ലാം. ഇപ്പോഴങ്ങനെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ പറയുന്നത് മൊജ്തബ ഖമേനി ഉടൻ തന്നെ പബ്ലിക്കിൽ വരും എന്ന് അവർ പറയുന്നുണ്ട്. ഏതായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഇടതടവില്ലാതെ ആക്രമണങ്ങൾ നടക്കുകയാണ്. വളരെ ശക്തമായ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടക്കുകയാണ്. സമാധാനം അകലെയാണ് ഇപ്പോഴും.